ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ദ കോപ്പിറൈറ്റ്സ് ആക്ടിൻ്റെ ബാലൻസ് ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തതാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാമെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ജനറൽ പ്രിൻസിപ്പിൾസ് റിലേറ്റിംഗ് ടു കോപ്പിറൈറ്റ് ആണ്. അപ്പോൾ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ജനറൽ പ്രിൻസിപ്പിളുകൾ എന്തൊക്കെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരിക്കലും ആ ഒരു കോപ്പിറൈറ്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല. അതായത് ഇപ്പോൾ പേറ്റൻറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേറ്റൻറ്റ് അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ, അത് ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ എന്താകത്തുള്ളൂ, ഒരു സ്യൂട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്യൂട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഇത് ഇൻഫ്രിഞ്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ കോപ്പിറൈറ്റിൻ്റെ കാര്യത്തിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രീ കണ്ടീഷൻ അല്ല. അതായത് ഒരു കോപ്പിറൈറ്റ് വന്നു, അതിൻ്റെ ഇൻഫ്രിഞ്ച്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് സ്യൂട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് രജിസ്ട്രേഷൻ ചെയ്തേ പറ്റൂ എന്നൊരു കണ്ടീഷൻ അവിടെ ഇല്ല. നോൺ രജിസ്ട്രേഷൻ ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു കോപ്പിറൈറ്റിനെ അഫക്റ്റ് ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അപ്പോൾ അവിടെ നമുക്കൊരു കേസ് നോക്കാം. നവസാഹിത്യ പ്രകാശൻ വേഴ്സസ് ആനന്ദ് കുമാർ എന്നാണ് കേസിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈമ ഫേസി പ്രൂഫ് ഓഫ് പൊസഷൻ ഓഫ് കോപ്പിറൈറ്റ് ഇൻ ദ പേഴ്സൺ ആണ്. അതായത് ഒരാളുടെ കയ്യിൽ അയാൾക്ക് കോപ്പിറൈറ്റ് ഉണ്ട്, അയാൾ കോപ്പിറൈറ്റ് പൊസസ് ചെയ്യുന്നുണ്ട്, അയാൾ കൈവശമുണ്ട് എന്ന് ഒരു പ്രഥമ ദൃശ്യ ഒരു പ്രൂഫായിട്ട്, ഒരു എവിഡൻസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. അതല്ലാതെ ഒരു സ്യൂട്ട് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ രജിസ്ട്രേഷൻ നിർബന്ധമൊന്നുമല്ല. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. എന്തിനു വേണ്ടിയിട്ടാണതുള്ളത്, അയാൾക്ക് ആ ഒരു കോപ്പിറൈറ്റ് പൊസസ് ചെയ്യുന്നുണ്ട് എന്നൊന്ന് പ്രൂഫ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതാണ് ഫസ്റ്റ് ജനറൽ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി രണ്ട് നോക്കിക്കഴിഞ്ഞാൽ, ദർ ക്യാൻ ബി നോ കോപ്പിറൈറ്റ് ഇൻ ആൻ ഐഡിയ, കോപ്പിറൈറ്റ് സബ്സിസ്റ്റ് ഓൺലി ഇൻ ദ ഫോം ടു വിച്ച് ദ ഐഡിയാസ് ആർ ട്രാൻസ്ലേറ്റഡ് എന്ന് പറയുമ്പം ഒരു ഐഡിയയ്ക്ക് ഒരിക്കലും ഒരു കോപ്പിറൈറ്റ് കിട്ടത്തില്ല. പകരം എന്തിനാണ്, ആ ഒരു ഐഡിയ ഏത് രീതിയിലാണോ എക്സ്പ്രസ് ചെയ്യുന്നത്, അതിപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ നമ്മൾ സിനിമയായിട്ടാണോ അല്ലെങ്കിൽ ഒരു പാട്ട് രൂപത്തിലാണോ അല്ലെങ്കിൽ ഒരു ബുക്ക് എന്നുള്ള രീതിയിലാണോ, എങ്ങനെയാണോ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത്, ആ ഒരു ഫോം, ആ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഫോമിനാണ് ഈ ഒരു കോപ്പിറൈറ്റ് നിലനിൽക്കുന്നത്. അപ്പം ഇവിടെ സിവിക് ചന്ദ്രൻ വേഴ്സസ് അമ്മിണിയമ്മ എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. ഇതിൻ്റെ അകത്ത് ഡിഫൻഡൻ്റ് എന്ന് പറയുന്നത് ആ ഒരു സിവിക് ചന്ദ്രനാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ഡ്രാമ എഴുതിയായിരുന്നു, നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ഡ്രാമയുടെ പേര്. അപ്പോൾ അദ്ദേഹം അത് ഒരു ഇന്ത്യ ടുഡേയുടെ ആനുവൽ ഇഷ്യൂവിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. 1995 ഇത് പബ്ലിഷ് ചെയ്തത്. അതിനുശേഷം ഈ ഒരു ഡിഫൻഡൻ്റ് ഈ പറയുന്ന ഡ്രാമ ഒരു നാടകമായിട്ട് അതൊരു പ്ലേ എന്നുള്ള രീതിയിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതായത് ഇതിൻ്റെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം എന്നിട്ട് ഇതിങ്ങനെ നാടകമാക്കാൻ പോകുന്നു, ഇത് പ്ലേ ആയിട്ട് അവിടെ അവതരിപ്പിക്കാൻ പോകുകയാണെന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് ആളുകളെയൊക്കെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്തു, ഒരു സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ്, ആലപ്പുഴയിലുള്ള അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ മുന്നിലായിട്ട് ഒരു സ്യൂട്ട് കൊടുക്കുകയാണ്. എന്തുവായിരുന്നു അലിഗേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ തോപ്പിൽ ബാസി എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയ ഒരു പ്ലേ റൈറ്റ് ഉണ്ടായിരുന്നു, ഒരു ഫേമസ് പ്ലേ റൈറ്റാണ് തോപ്പിൽ ബാസി. അപ്പോൾ അദ്ദേഹം 1952 ഒരു ഫേമസ് ഡ്രാമ എഴുതിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു ഡ്രാമയുടെ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവിടെ ഈ ഒരു പ്ലെയിൻറ്റിഫ് സ്യൂട്ട് ഫയൽ ചെയ്യുന്നത്. അപ്പം ഈ പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത് തോപ്പിൽ ബാസിയുടെ ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ആൻഡ് ഇവിടെ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ഒരു ടെമ്പററി ഇൻജങ്ഷൻ ഗ്രാൻഡ് ചെയ്ത് കൊടുത്തു, അതായത് ആ ഒരു അപ്പല്ലൻറ്റിനെതിരായിട്ട്. അപ്പം അപ്പല്ലൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ ഡിഫൻഡൻറ്റിനെയാണ്. ഡിഫൻഡൻറ്റ് പിന്നെ ഈ ഒരു ഓർഡർ വന്നതിന് ശേഷമാണ് അപ്പീലായിട്ട് പോകുന്നത്. അപ്പം ആ ഒരു ഡിഫൻഡൻറ്റ് അയാളെ ആ ഒരു ഡ്രാമ പ്ലേ ചെയ്യുന്നതിൽ നിന്നും റീസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി, തടയാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി ഇൻജങ്ഷൻ കൊടുത്തു. ഇൻജങ്ഷൻ എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്കായിട്ട് ഒരു ടെമ്പററി ഇൻജങ്ഷനാണ് കൊടുക്കുന്നത്. തൽക്കാലത്തേക്കായിട്ട് അതിൽ നിന്നൊന്ന് അത് പെർഫോം ചെയ്യാതെ മാറി നിൽക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു ഓർഡറിനെതിരായിട്ട് ഒരു ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി. അപ്പം കേരള ഹൈക്കോർട്ടിൽ അപ്പീൽ പോയപ്പോഴത്തേക്കും ഹൈക്കോർട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഒരു ഐഡിയയ്ക്കോ സബ്ജക്റ്റ് മാറ്ററിനോ തീമിനോ പ്ലോട്ടിനോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ലെജൻഡറി ഫാക്റ്റ് ഇതിനെല്ലാത്തിനും കോപ്പിറൈറ്റ് ആകാം.
അപ്പം അവിടെ ഒരു കോപ്പിറൈറ്റിൻ്റെ വയലേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏത് ഫോമിലാണ് അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അത് വയലേറ്റഡ് ആയോ അല്ലയോ എന്നുള്ള കാര്യം നോക്കുന്നത്. അപ്പോൾ വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഫോമിലാണ്, മാറ്റർ, അറേഞ്ച്മെൻറ്റ്, ആ ഒരു ഐഡിയ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, ആ ഒരു കോപ്പിറൈറ്റഡ് വർക്കിൻ്റെ ഓതർ എങ്ങനെയാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഒരു വയലേഷനായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ആ ഒരു കേസിൻ്റെ അകത്ത് പറഞ്ഞത്. സോ നമ്മൾ പറഞ്ഞ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയയ്ക്ക് കോപ്പിറൈറ്റ് വരണമെന്നില്ല, അതായത് കോപ്പിറൈറ്റ് കിട്ടത്തില്ല. പകരം എന്താണ്, അത് ഏത് രീതിയിലാണോ ഏത് ഫോമിലാണോ എക്സ്പ്രസ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിനായിരിക്കും, ആ ഒരു മാറ്റർ അല്ലെങ്കിൽ ആ ഒരു ഫോമിനായിരിക്കും ഈ ഒരു കോപ്പിറൈറ്റ് അവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ കോപ്പിറൈറ്റ് ഈസ് നോട്ട് ഒറിജിനൽ തോട്ട് ഓർ ഇൻഫർമേഷൻ ബട്ട് ദ പ്രൊട്ടക്ഷൻ ഈസ് ടു ദ ഒറിജിനൽ എക്സ്പ്രഷൻ, തോട്ട് ഓർ ഇൻഫർമേഷൻ ഇൻ സം കോൺക്രീറ്റ് ഫോം. അതായത് ഒരു കോപ്പിറൈറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്? അതായത് കോപ്പിറൈറ്റിൻ്റെ അണ്ടറിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു ഒറിജിനലായിട്ടുള്ള ഒരു തോട്ടിനോ ഇൻഫർമേഷനോ അല്ല. പകരം എന്തിനാണ്, ആ ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ആ ഒരു ഒറിജിനലായിട്ടുള്ള തോട്ടോ അതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ ഒരു കോൺക്രീറ്റ് ഫോമിലേക്ക് അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അതിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അതല്ലാതെ ആ ഒരു തോട്ടിനോ അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷനോ കോപ്പിറൈറ്റ് വഴി പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. നമ്മളിപ്പോൾ സെക്കൻഡ് പറഞ്ഞ അതേ പോയിൻ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ദെൻ ഫോർത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു തീം എന്ന് പറയുന്നത് സെയിം ആണ്, പക്ഷേ അത് പല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ആ ഒരു സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന വർക്ക്, അതായത് ഇപ്പോൾ ആദ്യമേ ഒരു വർക്ക് വന്നു, അതിൻ്റെ അകത്തുള്ള സെയിം ഐഡിയ വെച്ചിട്ടാണ് പുതിയൊരു വർക്ക് വരുന്നത്, പക്ഷേ ഇത് രണ്ടും രണ്ട് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രണ്ടാമത് വന്ന വർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്, ഒരു പുതിയ വർക്കായിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കോപ്പിറൈറ്റ് വയലേറ്റ് ആയി എന്നൊരു ചോദ്യം അവിടെ വരുന്നതേ ഇല്ല. ഫസ്റ്റ് വർക്കിൻ്റെ കോപ്പിറൈറ്റിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് സെക്കൻഡ് വർക്ക് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, ഐഡിയ സെയിം ആകാം, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി രണ്ടും രണ്ടാണ്. സോ അത് ആ ഒരു കോപ്പിറൈറ്റിൻ്റെ ഇൻഫ്രിഞ്ച്മെൻറ്റിൽ വരത്തില്ല. അതാണ് ജനറൽ ആയിട്ടുള്ളൊരു റൂള്. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ആക്ട് ഡസ് നോട്ട് റിക്വയർ ദാറ്റ് ദ തോട്ട് മസ്റ്റ് നെസസറിലി ബി ഒറിജിനൽ ഓർ നോവൽ. നമ്മളിപ്പോൾ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന പോയിൻ്റാണ്. കോപ്പിറൈറ്റ് ആക്ടിൻ്റെ അകത്ത് ഒരിക്കലും പറയുന്നില്ല ഈ ഒരു തോട്ട് എന്ന് പറയുന്നത്, ഒരു ഐഡിയ, ഒരു തോട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു തോട്ട് എന്ന് പറയുന്നത് പുതിയതായിരിക്കണം അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കണം, അതല്ലെങ്കിൽ അത് ഒറിജിനൽ ആയിരിക്കണം എന്നൊന്നും എവിടെയും പറയുന്നില്ല. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല. ദെൻ ആറാമത്തെ പോയിൻ്റാണ്, ഒരു കോപ്പിറൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ദ വർക്ക് മസ്റ്റ് നോട്ട് ബി കോപ്പി ഫ്രം അനദർ വർക്ക്. ഒരു വർക്ക് എന്ന് പറയുന്നത് മറ്റൊന്നിൻ്റെ കോപ്പി ആകാൻ പാടില്ല. മാനർ ഓഫ് എക്സ്പ്രഷൻ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഒറിജിനൽ ആയിരിക്കണം. അതായത് രണ്ടിനും രണ്ട് രീതിയിലായിരിക്കണം. അപ്പം ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു വർക്ക് വന്നെങ്കിൽ അതിൻ്റെതായ ഒരു മാനറിലായിരിക്കണം ആ ഒരു തോട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കേണ്ടത്. അത് ഒറിജിനൽ ആയിരിക്കണം, മറ്റൊന്നിനെ കോപ്പി ചെയ്താകാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെ എക്സ്പെൻഡിച്ചർ ഓഫ് സ്കിൽ ആൻഡ് ലേബർ ഇൻ ദ മാനർ ഓഫ് എക്സ്പ്രഷൻ മസ്റ്റ് ബി ഒറിജിനൽ. അതായത് ഇപ്പോൾ സെക്കൻഡ് വർക്ക് കൊണ്ടുവന്ന ഒരാൾ അയാളുടെ സ്വന്തം അധ്വാനത്തിലും കഷ്ടപ്പാടിലും അയാളുടെ സ്കിൽ ഉപയോഗിച്ചു കൊണ്ടായിരിക്കണം അയാൾ ആ ഒരു പുതിയ രീതിയിലേക്ക്, ആ ഒരു മാനർ ഓഫ് എക്സ്പ്രഷൻ ഒറിജിനലായിട്ട് കൊണ്ടുവന്നിരിക്കേണ്ടത് പുതിയ രീതിയിലായിരിക്കണം. മറ്റൊന്നിനെ കോപ്പി അടിച്ചിട്ട് വരാൻ പാടില്ല. ഐഡിയ വേണമെങ്കിൽ സെയിം ആയിരിക്കാം, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കണം. അത് ഒരാളുടേതെന്ന് പറയുന്നത് ഒറിജിനലായിട്ട് തന്നെ ഇരിക്കണം. അല്ലാതെ ആ ഒരു തോട്ട് ഒറിജിനൽ ആകണം എന്നില്ല. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. തോട്ടെന്ന് പറയുന്നത് ഒറിജിനൽ ആവണം എന്നില്ല, പുതിയതാവണം എന്നില്ല. പക്ഷെ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്, മാനർ ഓഫ് എക്സ്പ്രഷൻ ഓഫ് തോട്ട്, ആ തോട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതി അത് എന്തായാലും ഒറിജിനൽ ആയിരിക്കണം. പിന്നീട് അതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു കേസ് പറയാനുണ്ട്, ജഗദീഷ് പ്രസാദ് വേഴ്സസ് പരമേശ്വർ എന്ന് പറയുന്ന ഒരു കേസ്. ഇതിനകത്ത് കോടതി പറഞ്ഞ കാര്യമാണ്, നോ ഒറിജിനൽ തോട്ട് ഓർ ഒറിജിനൽ റിസർച്ച് ഇസ് റിക്വയർഡ് ടു ട്രീറ്റ് എ ലിറ്റററി വർക്കേഴ്സ് ഒറിജിനൽ. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലിറ്റററി വർക്കിനെ അത് ഒറിജിനൽ ആണ് എന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു തോട്ടോ അല്ലെങ്കിൽ ഒറിജിനൽ റിസർച്ചോ ആവണം എന്ന് നിർബന്ധമില്ല. റിസർച്ചും ആ ഒരു തോട്ടൊക്കെ പഴയത് തന്നെ ആകാം, പക്ഷേ ആ ഒരു വർക്ക് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് അനുസരിച്ചാണ് നമ്മളത് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് ട്രീറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കണക്കിലാക്കുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ RG ആനന്ദ് വേഴ്സസ് ഡീലക്സ് ഫിലിം എന്ന് പറഞ്ഞിട്ടൊരു കേസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സുപ്രീം കോർട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, നോ കോപ്പിറൈറ്റ് ഇൻ എനി ഐഡിയ, സബ്ജക്റ്റ് മാറ്റർ, തീം, പ്ലോട്ട് ഓർ ഹിസ്റ്റോറിക്കൽ ഓർ ലെജൻഡറി ഫാക്ട്.
എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒന്നും കോപ്പിറൈറ്റ് ഇല്ല. അപ്പോൾ ഐഡിയ വന്നാലോ അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ, തീം, പ്ലോട്ട്, ഹിസ്റ്ററിക്കൽ അല്ലെങ്കിൽ ലെജൻഡറി ഫാക്റ്റ്, ഇതിനൊന്നും എന്തില്ല, കോപ്പിറൈറ്റ് വരത്തില്ല. അപ്പം ഒരു കോപ്പിറൈറ്റിന് ആവശ്യമായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ് ദ ഒറിജിനൽ ഇൻ ദ ഫോം ഓഫ് എക്സ്പ്രഷൻ, ഒറിജിനാലിറ്റി ഇൻ ദ ഫോം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ള ആ ഒരു ഫോം ഓഫ് എക്സ്പ്രഷനിൽ ഒറിജിനാലിറ്റി, അതാണ് ഒരു കോപ്പിറൈറ്റിന് വേണ്ട കാര്യം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ ഐഡിയയ്ക്കോ സബ്ജക്റ്റ് മാറ്ററിനൊന്നും കോപ്പിറൈറ്റ് കിട്ടത്തില്ല. കോപ്പിറൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒറിജിനൽ ആയിരിക്കണം. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ്സിലെല്ലാം ഉണ്ടായിരുന്നത്. സോ ഇത്രയാണ് ഇതിൻ്റെ ജനറലായിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് പറഞ്ഞത്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ആലോചിക്കുക. കോപ്പിറൈറ്റിന് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ഒരു ഇൻഫ്രിഞ്ച്മെൻറ്റിന് വേണ്ടി സ്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ നിർബന്ധമല്ല. അതിന് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രീ കണ്ടീഷൻ അല്ല. രണ്ടാമത് പറഞ്ഞത് എന്താണ്, ഒരു ഐഡിയയ്ക്ക് കോപ്പിറൈറ്റ് വരത്തില്ല, പക്ഷേ ഐഡിയ എങ്ങനെയാണോ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്, ഏത് ഫോമിലാണോ അതിനാണ് കോപ്പിറൈറ്റ് വരുന്നത്. അപ്പോൾ അവിടെ സിവിക് ചന്ദ്രൻ വേഴ്സസ് അമ്മിണിയമ്മ എന്ന് പറഞ്ഞൊരു കേസിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ പോയിൻ്റാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അണ്ടറിൽ പ്രൊട്ടക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ തോട്ടോ ഇൻഫർമേഷനോ ആകണമെന്നില്ല. പക്ഷേ ആ പ്രൊട്ടക്ഷൻ എന്തിനായിരിക്കും കിട്ടുന്നത്, ഒറിജിനൽ എക്സ്പ്രഷനോ അല്ലെങ്കിൽ തോട്ടിന്, ആ ഒരു ഒറിജിനലായിട്ട് വരുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ തോട്ട് ഏത് രീതിയിലാണ് ആ ഒരു കോൺക്രീറ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനായിരിക്കും കിട്ടുന്നത്. അല്ലാതെ ആ ഒരു തോട്ടിനോ ഇൻഫർമേഷനോ ഒന്നും അല്ല കിട്ടുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് തീം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷെ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതൊരു പുതിയ വർക്കായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ പറഞ്ഞ എന്താണ്, കോപ്പിറൈറ്റ് ആക്ടിൻ്റെ അണ്ടറിൽ ഒരു തോട്ട് ഒറിജിനൽ ആയിരിക്കണം അല്ലെങ്കിൽ പുതിയതായിരിക്കണം എന്നൊരിക്കലും ഒരു കണ്ടീഷൻ പറയുന്നില്ല. ദെൻ അടുത്ത പറഞ്ഞ എന്താണ്, ഒരു കോപ്പിറൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മറ്റൊന്നിൻ്റെ ഒരു വർക്കിൻ്റെ കോപ്പി ആകാൻ പാടില്ല. അതൊരു പുതിയതായിരിക്കണം. ഐഡിയ ഒക്കെ സെയിം ആകാം, പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കണം. മറ്റൊന്നിനെ കോപ്പി ചെയ്ത് വരുന്നതിന് കോപ്പിറൈറ്റ് കിട്ടത്തില്ല. ദെൻ അവിടെ നമ്മൾ 2 കേസ് പറഞ്ഞു, ജഗദീഷ് പ്രസാദ് വേഴ്സസ് പരമേശ്വറും പിന്നെ RG ആനന്ദ് വേഴ്സസ് ഡീലക്സ് ഫിലിം എന്ന് പറയുന്ന ഒരു കേസും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്, അതായത് ജനറൽ പ്രിൻസിപ്പിൾസ് വരുന്നത്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഓതർ ആൻഡ് ഓണർഷിപ്പ് ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നോക്കാനുള്ളത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.